കൂലിപ്പണിക്കാരൻ രാജൻ. തൃശ്ശൂരിൽ നിന്നൊരു പണിക്കാരനെ കിട്ടി വാർക്കപ്പണിക്ക്. ഞാൻ തുറന്നു പറയട്ടെ, ഒരു കൂലിപ്പണിക്കാരൻ രാജൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പറയാം, എനിക്ക് ആത്മാഭിമാനം വർദ്ധിക്കുന്നതല്ലാതെ ഒരു തരി പോലും അത് കുറഞ്ഞിട്ടില്ല. എന്നെ തള്ളിപ്പറയാനോ വേണ്ടിയാണല്ലോ കൂലിപ്പണിക്കാരൻ്റെ പേര് ഉപയോഗിച്ചത്. അപ്പം കൂലിപ്പണിക്കാരനെ കുറിച്ച് പറയുന്നവൻ്റെ സങ്കല്പം എന്തായിരിക്കും? ഓരോരുത്തരുടെയും സംസ്കാരത്തിനും ഓരോരുത്തരുടെയും ഇഷ്ടത്തിനും ചേർന്ന വിധത്തിൽ അങ്ങനെ പറയുന്നതിൽ ഒരു പ്രശ്നവും എനിക്കില്ല. വളരെ അഭിമാനത്തോടെ ഞാനത് ഏറ്റെടുത്തതായി സവിനയം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ സൈബറിടത്തിൽ ആക്രമണം പാടുന്നു. മന്ത്രി ആരാണ്? നാടകം കളിച്ച ആളാണോ? മന്ത്രി ആരാണ്? രാജാവാണോ? മന്ത്രി ആരാണ് ഇതിൻ്റെ മുകളിൽ കയറി പ്രവർത്തിക്കാൻ? മന്ത്രിക്ക് നടക്കാനും കയറാനും പറ്റുന്ന ഇടങ്ങൾ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. കേരളം മുഴുവൻ യഥാർത്ഥത്തിൽ ഇവിടെ പണിയുന്ന വീടുണ്ടല്ലോ, നൗഫലിൻ്റേതടക്കം 410 വീടുകൾ. ആ വീടുകൾക്ക് ഇനി ഒരു ഗന്ധം കൂടി സഹിക്കേണ്ടി വരും. അത് ഈ നാട്ടിലെ അവൻ്റെ മുണ്ട് മുറുക്കി കൊടുക്കുമ്പോഴും ഈ നിധിയിലേക്ക് സംഭാവന ചെയ്ത പാവപ്പെട്ടവൻ്റെ വിയർപ്പിൻ്റെ മണമുണ്ട് അവിടുത്തെ ഓരോ ഇഷ്ടിയേക്കും. ആ വികാരം അവിടെ ഉണ്ടാകും. അത് കരുതി അവിടുത്തെ പണിയാൻ പോകുന്നൊരു വീടിനെ, പണിതുകൊണ്ടിരിക്കുന്ന ഒരു വീടിനെ 5 വർഷക്കാലത്തെ ഡിഫക്റ്റ് ലൈബിലിറ്റി ഉൾപ്പെടെ കെയർ ചെയ്തുകൊണ്ട് ലോകത്ത് ഇതുവരെ ഇല്ലാത്തൊരു മാതൃക അവതരിപ്പിക്കുന്നതിന് ഇത്ര മോശമായി ചിത്രീകരിക്കാൻ പാടുമോ എന്ന്